എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകമാണ്. നമ്മൾ 5 ഹെഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. അതിന് പുറമേ നമ്മൾ അഗ്രിഗേഷൻ, ക്ലബിങ്, സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് റൂളുകൾ, പിന്നെ 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും നമ്മൾ കവർ ചെയ്തു. ഇനി ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് ഓരോ കണക്കുകളിലേക്ക് പോകാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1. മിസ്റ്റർ രത്നാകർ furnishes the following details relating to his income for the previous year 2019-20. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഇൻകമാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. സാലറിയിൽ നിന്നും 72,000, റെൻറ്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു 54,000, ബിസിനസ്സിൽ നിന്നും 1,80,000. ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ഹി പെയ്ഡ് 15,000 ആസ് പ്രീമിയം ഓൺ ഇൻഷുറൻസ് ഓഫ് ദി ഹെൽത്ത് ഓഫ് ഹിംസെൽഫ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി. അപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ട ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതിന് അദ്ദേഹം കഴിഞ്ഞ വർഷം 15,000 രൂപ പ്രീമിയം അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്കറിയാം, ഇത് 80C ഡിഡക്ഷൻ കിട്ടുന്ന സംഭവമാണ് അല്ലേ. ദെൻ മറ്റൊരു പോയിൻ്റ്, മിസ്റ്റർ രത്നാകർ ഹാസ് ഹാൻഡിക്യാപ്ഡ് ബ്രദർ ആൻഡ് സോൾലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം ആൻഡ് സ്പെൻഡ് ₹15,000 ഫോർ ഹിസ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബ്രദറുണ്ട്. അദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളാണ്, ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ട് 15,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്? ഇത് DD ആണ്, ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. DD എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്. നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ആർക്കെങ്കിലും എന്താണ് മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡ് ആവും കൂടി വേണം. അങ്ങനെയാണെങ്കിൽ അത് കിട്ടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എത്ര ചിലവാക്കി എന്നുള്ള അവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് മിനിമം 75,000 രൂപ കിട്ടും സാധാ ഡിസേബിൾഡാണ്. ഇനി അതല്ല, ഒരു സിവിയർ ഡിസേബിൾ, ഒരു 80% മേലെ ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് 1,25,000 നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഇതാണ് കണക്ക്. അപ്പോൾ 80DDയും 80Cയും ഈ കണക്കിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കണക്കൊന്ന് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു കണക്കാണ്. SAക്ക് ഒന്നും ഇത്തരത്തിൽ ലഘുവായിട്ട് ചോദിക്കില്ല. ഇതൊരു ഷോർട്ട് ക്വസ്റ്റിനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സാലറി 72,000 അതേപോലെ എഴുതി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ശ്രദ്ധിക്കണം. ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ കുറച്ചിരിക്കണം, 30% കേട്ടോ. അത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആ ഭാഗം പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യമാണ്. ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% അതെപ്പോഴും നമ്മൾ കുറച്ചിരിക്കണം. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 54,000-ൻ്റെ 30% എത്രയാണ്? 16,200. അങ്ങനെ ബാക്കി 37,800. ഇത് യഥാർത്ഥത്തിൽ ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ബിസിനസ് നമ്മൾ നേരിട്ട് എടുത്തെഴുതി 1,80,000. അപ്പോൾ ഇതൊക്കെ പാടെ മൂന്നും കൂട്ടിയപ്പോൾ നമുക്ക് 2,89,800 കിട്ടി. ഇതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഇതിന്ന് നിലവിൽ 2 ഡിഡക്ഷനാണ്. വേണമെങ്കിൽ നമുക്കൊരു ഹെഡിങ് ഒക്കെ കൊടുക്കാം, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്നൊക്കെ. എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ തുടങ്ങാം. അപ്പോൾ അവിടെ സിമ്പിളായിട്ട് നമ്മൾ കൊടുത്താണ്. ഡിഡക്ഷൻ 80C പ്രകാരം നമുക്കെന്താണ് 15,000, 1,50,000 വരെ നമുക്ക് കിട്ടും അല്ലേ. 15,000 ഉണ്ട്. പിന്നെ 80DD 75,000. അങ്ങനെ ഇത് രണ്ടും കൂടി 90,000 നമ്മൾ മൈനസ് ചെയ്താൽ 1,99,800 ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ടാക്സ് ലയബിലിറ്റി ഇല്ല. കാരണം 2.5 ലക്ഷം വരെ ഇൻഡിവിജ്വലിന് ടാക്സ് ലയബിലിറ്റി ഇല്ലല്ലോ, ഫ്രീ ആണല്ലോ അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് 1,99,800 ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് നിലവിൽ ഇപ്പോൾ ടാക്സ് ലയബിലിറ്റി ഇല്ല. ടോട്ടൽ ഇൻകം എന്നാലും നമ്മൾ പിടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് മറ്റൊരു കണക്ക് കൂടി ചെയ്യാം.
Second question. From the following information, compute total income of Kumari Sithara for the assessment year 2020-21. ഇൻകം ഫ്രം പോൾട്രി ഫാമിംഗ്. എന്താണ് പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? വളർത്തുപക്ഷികളെന്ന്. അപ്പോൾ എന്താണ്, താറാവ്, കോഴി, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബിസിനസ്സാണ് നേർക്ക്. അപ്പോൾ ഇതൊരു ബിസിനസ് ഇൻകത്തു നിന്ന് വരുന്നതാണ്. ഓക്കെ, 30,000. അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഓൺ സേവിങ് ഡെപ്പോസിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും നിങ്ങളുടെ സേവിങ് ഡെപ്പോസിറ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെത്രയാണ്? 4,000. ഇത് നേർക്ക് യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അതർ സോഴ്സ് പെട്ട സാധനമാണ്. ദെൻ ഡിവിഡൻഡ് ഫ്രം ഷെയർസ് ഹെൽഡ് ഇൻ ആൻ ഇന്ത്യൻ കമ്പനി, അതർ സോഴ്സ് ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകമാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതിയിട്ട് എക്സംപ്റ്റഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, ഇതും ഇതുപോലെ തന്നെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകമാണ്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്, വീണ്ടും തന്നുള്ളൂ, അതർ സോഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ തന്നു, 42,000. ദെൻ ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് കെയർ ഫണ്ട്, ഇതിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്? ഇത് വരുമാനമല്ല, ഇതൊരു ഡിഡക്ഷനാണ് അല്ലേ? ഡൊണേഷനൊക്കെ ജി എന്ന് പറയുന്നതിലെ വരുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് പറയുന്നതൊക്കെ ഏതാണ് വരുന്നത്? ചീഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ 100% ആയിട്ടുള്ള ഡൊണേഷനിലാണ് അല്ലേ? നോ ലിമിറ്റ്, എത്ര നമ്മൾ കൊടുത്തോ അത്രയും നമുക്ക് അതിൻ്റെ 100% നമുക്ക് എന്താണ്, അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഡൊണേഷനാണ്. ആ ചാർട്ട് നമ്മൾ ഇതിൻ്റെ ക്ലാസ്സിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിൽ അത് നോക്കണം, ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഓൺ സേവിങ് ഡെപ്പോസിറ്റ്. ഈ സേവിങ് ഡെപ്പോസിറ്റിൻ്റെ പുറത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അതർ സോഴ്സിലാണ് കാണിക്കുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതർ സോഴ്സിലാണ്. പക്ഷേ നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഡിഡക്ഷൻ കിട്ടും. TTA ആണ് ആ ഡിഡക്ഷൻ, അണ്ടർ സെക്ഷൻ TTA. ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിഡക്ഷൻ കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, 2 ഡിഡക്ഷൻ ആ പേര് കണക്കിൽ വരുന്നത്. നമുക്കത് ചെയ്തു നോക്കാം. നോക്കൂ, ഇൻകം ഫ്രം ബിസിനസ്. നമുക്ക് സാലറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ആ ഹെഡൊക്കെ അങ്ങനെ സാലറി, ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ അങ്ങനെ എഴുതി പോവാം. അപ്പോൾ സാലറി ഇല്ലാണ്, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഫ്രം ബിസിനസ് ഇതാണ്, പോൾട്രി ഫാമിംഗ് ആണ്. ഓക്കെ, 30,000. പിന്നെ വേറെ ഒന്നുമില്ല. ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ അതർ സോഴ്സിന് ഒരുപാടുള്ള കാര്യങ്ങളുണ്ട്, അതൊരു സബ് ഹെഡിങ് ആയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് 4,000 ഇന്നർ കോളത്തിലിട്ട് കൂട്ടി മൊത്തം ഔട്ടർ കോളത്തേക്ക് ഇടാം കേട്ടോ. ഡിവിഡൻഡ് ഫ്രം ഷെയർസ് ഹെൽഡ് ഇൻ ആൻ ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്നത് എക്സംപ്റ്റ് ആണ്. പിന്നെ അതർ ഇൻകം, അതർ സോഴ്സായിട്ട് ബന്ധപ്പെട്ട് 42,000 വേറെയും തന്നിട്ട് ടോട്ടൽ എന്താണ്? മൊത്തത്തിൽ 46,000 ഉണ്ട്. ബാക്കിയുള്ളൊന്നുമില്ല. അപ്പോൾ 30, 46, 76,000. ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അല്ലേ? ദെൻ അതിന് ഡിഡക്ഷൻ ATG ഡൊണേഷൻ 2,000. പിന്നെ നമ്മൾ പറഞ്ഞു ATTA 4,000. അങ്ങനെ മൊത്തം 6,000. ഓക്കെ, അത് കുറച്ചപ്പോൾ 70,000. ഇതാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഈ കണക്കിൽ ഇദ്ദേഹത്തിന് ടാക്സ് ലയബിലിറ്റി ഒന്നുമില്ല, ആകെ 70,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള 2 ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ATGയും ഒന്ന് ATTA ആണ്. ഈ TTA നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ജസ്റ്റ് ഇവിടെ ഞാൻ ഒന്നുകൂടിയും കൊടുക്കാം. അതാണ് ഈ TTA എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 80TTA എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഇൻഡിവിജ്വലിനും HUFനും എടുക്കാൻ പറ്റുന്നതാണ്. പരമാവധി 10,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റൊന്നും കിട്ടില്ല, സേവിങ് ഡെപ്പോസിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ TTA പറയുമ്പോൾ അതിനൊപ്പം തന്നെ ഒന്നുകൂടിയും ഒന്ന് മനസ്സിലാക്കുക, TTB എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷൻ കൂടിയുണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെയാണ്, പക്ഷേ അതെന്താണോ സീനിയർ സിറ്റിസന് മാത്രം കിട്ടുള്ളൂ, ആ TTB. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി 50,000 രൂപയാണ് മാക്സിമം ഒക്കെ കിട്ടുക. അപ്പോൾ ഇതിൽ കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാ, ഇയാൾ 60 വയസ്സ് അറ്റ്ലീസ്റ്റ് ആയിരിക്കണം, അതായത് സീനിയർ സിറ്റിസൺ ആവുമല്ലോ. അപ്പോൾ 60 വയസ്സായ ആളുകൾക്ക്, സീനിയർ സിറ്റിസന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഒരു ഇൻകത്തിൽ ഈ എന്താണ് എല്ലാ ഡെപ്പോസിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് സാധാ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ അതിൽ വരും. ഇതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സും ഒക്കെ ഇതിൽ വരും, ഒക്കെ ഉൾപ്പെടും. ഓക്കെ, ഇത്രയും 2 ഡിഡക്ഷൻ TTA ഉണ്ട്, TTB എന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ എക്സാമിന് ചോദിച്ച് വരുന്ന സംഭവങ്ങളാണ്. ഇത് നമ്മളെ TTA, ഓക്കെ, ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ATC ഏതെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേർക്ക് നമ്മളൊന്ന് നോക്കി പോകണം. അപ്പോൾ കണക്ക് 1-2 ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിൽ പതിഞ്ഞടക്കും. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഇതൊക്കെ ഒരു വൃത്തിയായിട്ടൊരു ചാർട്ട് ചെറിയൊരു സ്ക്രിപ്റ്റാക്കി എഴുതി വെച്ച എന്തെങ്കിലും ഒരു ഇപ്പോൾ D ഫോർ മെഡിക്കൽ അല്ലേ, ഡോക്ടർ എന്നൊക്കെ ആലോചിക്കുക. DD എന്ന ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കോർ പോയിൻ്റ് അത് നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. എന്തെങ്കിലും രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റ് വീഡിയോകൾ നമുക്കിതുപോലെ കണക്കുകളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.